നമസ്കാരം, ഞാൻ സൂര്യ മാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ആശങ്കയിൽ ബാങ്കുകൾ. അസാധു നോട്ടുകൾ നിക്ഷേപിക്കാൻ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതിനു പിന്നാലെ ബാങ്കുകൾ കടുത്ത പ്രതിസന്ധിയിൽ. ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകളുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിത്തുടങ്ങി. സംസ്ഥാനത്തെ CDMകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തി SBT. 5000 രൂപയ്ക്ക് മുകളിൽ നിരോധിത നോട്ടുകൾ സ്വീകരിക്കുന്നത് ഒറ്റത്തവണ മാത്രമായ സാഹചര്യത്തിൽ CDMകളിലെ നിക്ഷേപ പരിധി ലഘൂകരിക്കണം. അസാധു നോട്ടുകളെ പ്രത്യേകം നിർണ്ണയിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്താനും സമയം വേണമെന്ന് ബാങ്കുകൾ. നടപടിയെ തുടർന്ന് വരും ദിവസങ്ങളിൽ ബാങ്കുകളിൽ തിരക്ക് വർദ്ധിക്കുമെന്ന് സൂചന. അസാധു നോട്ടുകൾ നിക്ഷേപിക്കാൻ വൈകിയതിന് കാരണം ബോധിപ്പിക്കണമെന്ന വ്യവസ്ഥയും തലവേദനയാകും. 2 ദിവസത്തിനകം CDM പ്രവർത്തന സജ്ജമാകുമെന്ന് ഇടപാടുകാർക്ക് ബാങ്കുകളുടെ ഉറപ്പ്. അന്നം മുടക്കി വിലക്കയറ്റം. റേഷൻ വിതരണം മുടങ്ങിയതിന് പിന്നാലെ പൊതുവിപണിയിൽ കുതിച്ചു കയറി അരിവില. ഒരാഴ്ചക്കിടെ ചില്ലറ വിൽപ്പനശാലകളിൽ ഉണ്ടായത് 8 രൂപയുടെ വർധന. ക്രിസ്മസ് പുതുവത്സര സീസൺ എത്തിയതോടെ വിലയിൽ ഇനിയും വർധനമുണ്ടാകും. വിലക്കയറ്റത്തിന് കാരണം ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള അരിവരവ് കുറഞ്ഞതെന്ന് കച്ചവടക്കാർ. സ്ഥിതി വഷളാക്കിയത് 1 മാസമായി തുടർന്നു വന്ന FCI ഗോഡൌണുകളിലെ കയറ്റിറക്ക് തൊഴിലാളി സമരം. നിരക്ക് കൂട്ടി പരിഹാരം. KSRTC പ്രതിസന്ധിയുടെ ഭാരം ജനങ്ങൾക്ക് മേൽ കെട്ടിവെച്ച സർക്കാർ. മിനിമം ചാർജിൽ 1 രൂപയുടെ വർധന വരുത്താൻ മന്ത്രിസഭാ തീരുമാനം. ട്രാൻസ്പോർട്ട് ബസ്സുകളിലെ കുറഞ്ഞ നിരക്ക് 6 രൂപയിൽ നിന്നും 7 രൂപയിലേക്ക്. നിരക്ക് വർധനയ്ക്കുള്ള സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം അംഗീകരിച്ചില്ല. ചാർജ് വർധനാ തീരുമാനം. ശമ്പളവും പെൻഷനും മുടങ്ങിയതിനെ തുടർന്ന് ജീവനക്കാർ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കെ വെള്ളിയാഴ്ച തുടങ്ങിയ ഭാഗിക ശമ്പള വിതരണം പൂർത്തിയാക്കാനാവാത്ത കടക്കെണിയിൽ കോർപ്പറേഷൻ. ശമ്പള പ്രതിസന്ധിയെ തുടർന്ന് CIT ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്തിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചു. ഗതാഗത മന്ത്രി AK ശശീന്ദ്രനുമായി നടത്തിയ ചർച്ചയിൽ ശമ്പള പെൻഷൻ പ്രതിസന്ധി ഉടൻ പരിഹരിക്കാമെന്ന് സർക്കാരിന്റെ ഉറപ്പ്. വൈകി വന്ന നടപടി. ദേശീയഗാന വിവാദത്തിൽ ആർക്കെതിരെയും UAPA ചുമത്തരുതെന്ന് മുഖ്യമന്ത്രി. രാജ്യദ്രോഹ കുറ്റം ചുമത്തി കസ്റ്റഡിയിലെടുത്ത സിനിമാ പ്രവർത്തകൻ നദീറിനെ വിട്ടയച്ചു. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് നടപടികൾ നിർത്തിവെക്കാൻ കണ്ണൂർ SPയുടെ നിർദ്ദേശം. തീരുമാനം കേസെടുത്തവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം നിലനിൽക്കില്ലെന്ന വിലയിരുത്തലിൽ. രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ UAPA ചുമത്താൻ പാടില്ലെന്ന് കോടിയേരി. സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇത്തരക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2585 രൂപ, പവൻ 20,650 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.